ഹലോ, നമസ്കാരം. ഇപ്പം ഈ മുമ്പും ഇതേപോലെ പ്രതിപക്ഷം ആരോപിക്കുന്നത് അല്ലെങ്കിൽ വിവരമില്ലാത്തൊരു ആരോപിക്കുന്ന ചില കാരണങ്ങളുണ്ട്. ഡാറ്റ ചോർത്തി. എന്ത് ഡാറ്റയാണ് ചോർത്തുന്നത്? ആരുടെ ഡാറ്റയാണ് ചോർത്തുക? അത് പറയും. ഇപ്പോൾ നമ്മളൊരു പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റേഷൻ കാർഡ്, ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു വന്യ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഒരു മെഡിക്കൽ ചെക്കപ്പ്, അങ്ങനെ എന്തെങ്കിലും, നമ്മുടെ ആധാർ കാർഡ്, ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു ജസ്റ്റ് പിന്നെ ഒരു സിം കാർഡ് എടുക്കുന്നത്, നമ്മൾ ആധാർ കാർഡ് കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൂഫ് കൊടുത്തല്ലേ എടുക്കുന്നത്. അപ്പോൾ ആ പ്രൂഫ് കൊടുത്താണ് നമ്മൾ എന്തെങ്കിലും ഇതെടുക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ആധാർ കാർഡും പാസ്പോർട്ടും ലോകത്തിൽ എവിടെ നിന്ന് ഒരു ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഡേറ്റ മൊത്തം ലോകം മൊത്തം അറിയും. ഇപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണിൻ്റെ ഇതും കൊടുത്ത്, വിരളും ഇതും കൊടുത്ത്, തമ്പും ഇതും കൊടുത്താലാണ് നിങ്ങൾ എയർപോർട്ടിന് വെളിയിലോട്ട് വരുന്നത്. നിങ്ങളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ വിരൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നവിടെ ഒരു രാജ്യത്ത് ഇറങ്ങി അല്ലെങ്കിൽ എന്ന് തിരിച്ചു പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഒരു വിരൽ വെക്കുന്നതോടെ മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഒന്ന് അതിലോട്ട് ക്യാമറയിലോട്ടൊന്ന് നമ്മുടെ കണ്ണൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നു. അതിനിടയ്ക്ക് നിങ്ങളുടെ ഡാറ്റ പ്രത്യേകിച്ച് ആർക്ക് വേണം? ഇപ്പം നാട്ടിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഒരു DA കൊടുത്തു, അതിൻ്റെ ഒരു മെസ്സേജ് നിങ്ങളുടെ ഇതിലേക്ക് വന്നു, ഫോണിലേക്ക് വന്നു. അപ്പോൾ ഡാറ്റ പോയി, നിങ്ങളുടെ ഫുള്ള് ഡാറ്റ പോയി. എന്താണ് ആരെയായി പൊട്ടന്മാരാക്കുന്നത്? നിങ്ങളിപ്പോൾ ഒരു 1000 രൂപ ബാങ്കിലിട്ടു, അപ്പോഴത്തേക്ക് നിങ്ങളുടെ 1000 രൂപ നിങ്ങളുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പറയുക, നിങ്ങളുടെ ഫോണിൽ 1000 രൂപ കിട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടിയോ? കിട്ടി. അയ്യോ, നിങ്ങളുടെ ഫുള്ള് ഡീറ്റെയിൽസും പോയി, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നതും പോയി. ഇങ്ങനെ മനുഷ്യരെ എന്തിനായി പൊട്ടന്മാരാക്കുന്നത്? പണ്ട് ഫിഷറീസ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മ ഇൻ്റർനാഷണൽ കടൽ വിറ്റെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഇതാ കാണിച്ചതെന്ന്. അങ്ങനെയല്ലേ മേഴ്സിക്കുട്ടിയമ്മ പാതയിൽ തോൽപ്പിച്ചത്? കടൽ വിറ്റെന്ന് പറഞ്ഞു. അങ്ങനെ കടൽ വിൽക്കാൻ പറ്റുന്നതാണോ? ഈ മനുഷ്യനെ കേരളക്കാർ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും വെറും പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ് ഈ ഇവന്മാർ കാണിക്കുന്നത്. അതിന് ചൂട്ടുപിടിക്കാൻ കുറേ മനുഷ്യരും. ഇത് രാഷ്ട്രീയം തന്നെയാണ്. ഇത് മൊത്തം രാഷ്ട്രീയവും മനുഷ്യരെ പൊട്ടന്മാരാക്കി, കുറേ വിശ്വാസങ്ങളും കുറേ രാഷ്ട്രീയവും ഇതൊക്കെ മനുഷ്യരെ പൊട്ടന്മാരാക്കുവാണ്. അല്ലാതെ എന്താ പറയുക ഇതിനൊക്കെ? ഓക്കെ, അടുത്തത് നമുക്ക് പിന്നെ കാണാം.